മോളെ ഫോണിൽ? എന്താ മോളെ, ഇന്ന് അമ്മ ലേറ്റ് ആകുമെന്നാണോ പറഞ്ഞത്? എനിക്കാണെങ്കിൽ പോവുകയും വേണം. എടാ, എന്റെ സോക്സ് കേട്ടോ വന്നേടാ. അതല്ല മോളെ, നിങ്ങൾ ഇനി തനിച്ചിരിക്കേണ്ടേ? അതിന് നിനക്ക് നിന്റെ ബ്രദർ കൂടെ ഇല്ലേ? അവനോ? He is a useless naughty boy. He's always disturbing me. എടാ മോനെ, നീ എവിടെയാ? എന്റെ ട്രെയിൻ എടുത്തോണ്ട് വന്നേടാ. അപ്പാ, എന്ന് തീരും നിങ്ങളുടെ ഈ തിരക്ക്? എന്നാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ചിരിക്കുക? എന്റെ സ്മാർട്ട് ഗേൾ അല്ലേ നീ? നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു ദിവസം ഔട്ടിങ്ങിന് പോയാൽ. ഇത് പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? എന്തെങ്കിലും നടന്നോ? എന്തായാലും ഈ പ്രാവശ്യം നമുക്ക് പോകാം. പ്രോമിസ്. അതെ, അപ്പയ്ക്ക് പോകാൻ നേരായി. ഗുഡ് നൈറ്റ് മോളെ. ഓക്കെ, ഗുഡ് നൈറ്റ് അപ്പാ. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. വീണ്ടും ബിസിയാണല്ലോ. അതെങ്ങനെയാണ്? അവളുടെ ഫ്രണ്ട്സുമായി കിന്നരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ എങ്ങനെ കിട്ടാനാ? എന്നോട് കൂട്ടുകൂടുവാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. എന്ത് ചെയ്യാനാ? ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് മടുത്തു. മകൾ ചീത്തയാകുമെന്ന് പറഞ്ഞുകൊണ്ട് TV ചാനലുകൾ കട്ട് ചെയ്തു. കമ്പ്യൂട്ടർ ഉപയോഗിക്കരുതെന്ന കർശന നിർദ്ദേശവും. എന്ത് കുറ്റം ചെയ്തിട്ടാണാവോ ഈ ശിക്ഷയെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത്? ഞാനാണെങ്കിൽ ഇവിടെ മടുത്തു തുടങ്ങി. എന്റെ ഫ്രണ്ട്സിനാണെങ്കിൽ പല ഇൻഫർമേഷൻ ലഭിക്കുന്നത് ഇന്റർനെറ്റിൽ നിന്നാണ്. അവർക്ക് ഫേസ്ബുക്ക് പോലെയുള്ള നെറ്റ്വർക്കുകളിലൂടെ ധാരാളം ഫ്രണ്ട്സും അവരോട് എപ്പോഴും ചാറ്റും ചെയ്യുന്നുണ്ട്. ഞാനാണെങ്കിൽ കൂട്ടിലടച്ച കിളിയെ പോലെ എപ്പോഴും അവരിൽ നിന്ന് ഒറ്റപ്പെടുകയാണ്. എനിക്ക് മാത്രം സ്വാതന്ത്ര്യമില്ല. എന്തായാലും വേണ്ടില്ല, കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് എന്തെങ്കിലും ചെയ്തിരിക്കാം. നിന്നോട് കമ്പ്യൂട്ടർ ഓൺ ആക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഇവിടെ ആരും ഇല്ലെന്ന് വിചാരിച്ച് ചാറ്റ് ചെയ്യാനാ പരിപാടിയെങ്കിൽ ബ്രോഡ്ബാൻഡ് ഞാൻ കട്ട് ചെയ്യും. അമ്മേ, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ഒന്ന് ഓൺ ചെയ്തു എന്നേ ഉള്ളൂ. ഇങ്ങനെ ആണെങ്കിൽ ഞങ്ങളില്ലാത്തപ്പോൾ നീ എന്തൊക്കെ ചെയ്യും? അമ്മേ, എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത്? ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. കുട്ടികളായാൽ ഇത്തിരി ഡിസിപ്ലിൻ വേണം. അല്ലാതെ ഇവിടുത്തെ പിള്ളേരെ പോലെ അഴിഞ്ഞാടി നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇനി ആ ചെറുക്കൻ എവിടെ പോയി കടക്കുവാവോ? അവൻ ഉറങ്ങിപ്പോയെന്നാണ് തോന്നുന്നത്. ഹലോ, സൂസിയാന്നോടി? ഞാനിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഇന്നാണ് നല്ല തിരക്കായിരുന്നു. വന്നപ്പോൾ ഉണ്ട് ഇവിടെ ഒരുത്തി കമ്പ്യൂട്ടർ ഓൺ ആക്കിയിരിക്കുന്നു. എന്തൊക്കെയാ കാണുന്നതും ചെയ്യുന്നതും ആർക്കറിയാം? ഇന്നത്തെ കാലം ചീത്തയാന്ന് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവില്ല. ഞാനൊന്ന് റെസ്റ്റ് ചെയ്തോട്ടെ. നാളെ ഒരു ഏജൻസി ഡ്യൂട്ടി ഉണ്ട്. പിന്നെ വിളിക്കാം. ഗുഡ് നൈറ്റ്. എന്തിനാ ഈ അമ്മ മറ്റുള്ളവരോട് എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? മോളെ, മോളെ, എന്തിനാ എന്നെ വിളിക്കുന്നേ? മോളെ, അവിടെ എടുത്തു വെച്ചിരിക്കുന്ന എന്തെങ്കിലും എടുത്ത് കഴിച്ചിട്ട് കടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാനൊന്ന് കിടക്കട്ടെ.
നിന്നരികിൽ ഞങ്ങൾ വന്നതീരുന്നല്ലോ സ്നേഹത്തിൻ തൈലമാണ് നീ നിന്നരികിൽ ഞങ്ങൾ വന്നതീരുന്നല്ലോ സ്നേഹത്തിൻ തൈലമാണ് നീ നിന്നരികിൽ ഞങ്ങൾ വന്നതീരുന്നല്ലോ